തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തൃശൂർ മേയർ MK വർഗീസിന് LDFന്റെ കടിഞ്ഞാൺ. മേയർ BJPയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന പ്രചാരണം കണക്കിലെടുത്താണ് തീരുമാനം. കോർപ്പറേഷനിലെ പ്രധാന തീരുമാനങ്ങളും ഉദ്ഘാടനങ്ങളും മുന്നണിയുടെ അറിവോടെയല്ലാതെ നടത്തരുതെന്നാണ് നിർദ്ദേശം. മേയർ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയുടെ ഉദ്ഘാടകയായി മന്ത്രി R ബിന്ദുവിനെ പുതുക്കി നിശ്ചയിച്ചു. പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് നടത്തിയ സമാന്തര ഉദ്ഘാടനത്തിൽ LDFന്റെ ഡെപ്യൂട്ടി മേയർ പങ്കെടുത്തതും വിവാദമായി. മേയർ MK വർഗീസ് കോർപ്പറേഷനിൽ നടത്തുന്നത് ഒറ്റയാൻ ഭരണമെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മേയറില്ല. എന്നോട് ഉദ്ഘാടനം കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഉദ്ഘാടനം കഴിച്ചു. എനിക്ക് അഭിപ്രായ വ്യത്യാസം അയാൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ആള് ഒറ്റയാൻ ഭരണമാണ്. ഞാനാണ് കോർപ്പറേഷൻ്റെ അധിപൻ. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യും. ഞാൻ കൊടുത്തു, ഞാൻ വെച്ചു, ഞാൻ പറഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, മേയറെ നിങ്ങളുടെ അല്ല കോർപ്പറേഷൻ, ജനപങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ജനങ്ങളുടെയാണ് കോർപ്പറേഷൻ. അതിനെ നിങ്ങൾ തിരഞ്ഞെടുത്തു മാത്രമേ ഉള്ളൂ നായകനായിട്ട്. ആ നായകന് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും ഒരു സ്വതന്ത്രനെ ഒപ്പം നിർത്തി ഒരു കാലം എന്തായാലും ഭരിക്കാൻ ഇടതു മുന്നണിക്കായി. പക്ഷേ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇടയിൽ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പലപ്പോഴും BJPയിലെ പരിപാടികളുമായി സഹകരിക്കുന്നത് പോലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായ ഒരു പശ്ചാത്തലം. ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നണിയിലെ തർക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? രുചീഷ്, അറിയാവുന്നതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണമായിരുന്നു. LDFന് നിരന്തരം തലവേദനകൾ ഉണ്ടാക്കിയതാണ് ഓരോ തീരുമാനങ്ങളും. പ്രത്യേകിച്ച് BJPയുമായി സൗഹൃദം സ്ഥാപിച്ച മേയറുടെ നടപടികളടക്കം പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടു. CPM ഇതിനെ ചൊല്ലി മേയറെ അമിതമായി സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളെ ചൊല്ലി CPM ഒട്ടേറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കെയാണ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം, MK വർഗീസ് മേയറായുള്ള 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു കടിഞ്ഞാണിടാൻ LDF നേതൃത്വം കൂട്ടായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ്, ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയിൽ. കഴിഞ്ഞ ദിവസമാണ് 5-ാം തീയതിയാണ് ആ പരിപാടി നിശ്ചയിച്ചത്. UDF കൗൺസിലർമാരുടെ 2 പേരുടെ ഡിവിഷനിലുള്ള ഒരു 1.5 കോടി രൂപ ചെലവാക്കിയുള്ളൊരു റോഡ് ഉദ്ഘാടനമായിരുന്നു തീരുമാനിച്ചത്. അത് മേയറിനെ ഉദ്ഘാടകനായി തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കൗൺസിലർമാർ നോട്ടീസ് അച്ചടിക്കുകയും മേയർ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന് പിന്നാലെ തന്നെ LDF ജില്ലാ നേതൃത്വം നേരിട്ട് ഇടപെടുകയും മേയറോട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല, ഉദ്ഘാടകനായി മേയർ ആ പരിപാടിയിൽ എത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ, തൃശൂർ കോർപ്പറേഷനിലെ മുൻ മേയർ കൂടിയാണ് ബിന്ദു ടീച്ചർ, അദ്ദേഹം അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുമായിരുന്നു. ഇതനുസരിച്ച് ഈ വരുന്ന 12-ാം തീയതി ബിന്ദു ടീച്ചറെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയും നിശ്ചയിച്ചു. പക്ഷേ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ 24 കോൺഗ്രസ് കൗൺസിലർമാരുണ്ട് തൃശൂർ കോർപ്പറേഷനിൽ. അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് സമാന്തരമായൊരു ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നടത്തി. ഈ പരിപാടിയിലേക്കാണ് LDFന്റെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ML റോസി എത്തുന്നതും അവരത് ഉദ്ഘാടനം ചെയ്യുന്നതും. പക്ഷേ ML റോസിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ തനിക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശവും കിട്ടിയില്ല, അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തുന്നില്ല, അല്ലെങ്കിൽ മാറ്റിവെച്ചതായി തനിക്കൊരു നിർദ്ദേശവും LDFന്റെയോ മേയറുടെയോ ഭാഗത്തുനിന്നോ കിട്ടിയിട്ടില്ല. തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 2 കൗൺസിലർമാർ ക്ഷണിച്ചത് പ്രകാരമാണ് താൻ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അവർ നമ്മളോടായി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ LDFിലെ അഭിപ്രായ ഭിന്നതകൾ വ്യക്തമാക്കുന്ന വിധത്തിൽ മേയർക്കെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനവും ML റോസി ഉന്നയിച്ചു. മേയറുടെ ഒറ്റയാൻ ഭരണമാണ് കോർപ്പറേഷനിൽ നടക്കുന്നത്. തൻ പ്രമാണിത്വത്തോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുകയും തനിക്ക് മാത്രമാണ് ഈ കാര്യങ്ങളിലെല്ലാം ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന മേയറുടെ സമീപനത്തെ അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തനിക്ക് LDFനോട് വിയോജിപ്പില്ല, തനിക്ക് രാഷ്ട്രീയ അഭയം തന്ന LDFനൊപ്പം ഇനിയും തുടരും, പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും, വിമർശനങ്ങൾ തുറന്നു പറയുമെന്നാണ് ML റോസി നമ്മളോട് സംസാരിച്ചത്. ഇതിനെല്ലാം മുന്നോടിയായി തന്നെ ചില നടന്ന കാര്യങ്ങളുണ്ട്. മേയർ MK വർഗീസും ഡെപ്യൂട്ടി മേയർ ML റോസിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് LDF നേതൃത്വത്തിൽ തന്നെ ഈ ഒരു പ്രശ്നപരിഹാര ചർച്ച നടത്തുകയും ഇരുവരെയും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ നഗരസഭയിൽ LDFത്തിലെ മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ടുള്ള തീരുമാനങ്ങളും യോഗങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തെങ്കിലും ഇരുവരും തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ മേയർ MK വർഗീസ് BJPയിലേക്ക് എന്നുള്ള സൂചനകളും പ്രചാരണങ്ങളും ശക്തമായി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തിരിച്ചടികൾ കാലേക്കൂട്ടി ഒഴിവാക്കുക എന്നുള്ള തീരുമാനത്തോടു കൂടി മേയർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്, മേയർ പങ്കെടുക്കുന്ന പരിപാടികളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി മേയർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ LDF
ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല. UDF കൗൺസിലർമാർ സ്വമേധയാ ഈ നോട്ടീസ് അച്ചടിച്ച് ഉദ്ഘാടനം നിശ്ചയിച്ച ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളതാണ് LDF-ൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വിശദീകരണമായി ലഭിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, മേയർ MK വർഗീസിനെ ഇനിയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് LDF എത്തിയിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും എടുക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങളിലുമൊക്കെ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനും LDF-ൻ്റെ കൂടി അനുമതിയോടുകൂടി മാത്രമേ അദ്ദേഹത്തെ ഇനി തുടർന്നുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉദ്ഘാടനങ്ങൾ അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുള്ളത് എന്നുള്ളൊരു നിലപാടിലേക്കും ജില്ലാ ഇടതുപക്ഷ മുന്നണി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ആകെ 3 മാസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ഉള്ളൂ. ആ തരത്തിലേക്ക് ഒരുക്കങ്ങൾ പോകുന്നതിനിടയിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ തർക്കം ഇപ്പോഴും തുടരുന്നത്. എന്തായാലും മേയറെ കൂടുതൽ അഴിച്ചുവിടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.